ബ്രേക്കിംഗ് അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കടുത്ത മാനസിക പീഡനവും അവധി കിട്ടാത്തതിലെ മനോവിഷമവും. റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ക്യാമ്പിലെ ശുചിമുറി വൃത്തിയാക്കാൻ വിനീതിനോട് നിർദ്ദേശിച്ചു. വീണ്ടും റിഫ്രഷ് കോഴ്സിന് ചേരാൻ ആവശ്യപ്പെട്ട മേലുദ്യോഗസ്ഥർ ഭാര്യയുടെ പ്രസവത്തിനും വിനീതിന് അവധി നൽകിയില്ല. അവധി നിഷേധിച്ച ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. നിമിഷങ്ങൾ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിനീതിനെ കോഴ്സിൽ പരാജയപ്പെടുത്തിയതെന്നും ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ മുബഷിർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷിർ, അവധി ലഭിക്കാത്തതിലെ മനോവിഷമമാണ് വിനീതിനുണ്ടായിരുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയ മാനസിക പീഡനവും വിനീത് അനുഭവിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും വിനീത, അത് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. SOG ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള റിഫ്രഷർ കോഴ്സ് എല്ലാ കാലവും അവിടെ നടത്തി വരുന്നതാണ്. സാധാരണഗതിയിൽ അവിടെയുള്ള കമാൻഡോകൾ ബാക്കിയുള്ള ജീവനക്കാരൊക്കെ തന്നെ വർഷത്തിൽ ഒരു തവണ ഈ റിഫ്രഷൽ കോഴ്സിൽ പങ്കെടുക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കഠിനമായ പരിശീലനമാണ് ഈ ഒരു റിഫ്രഷർ കോഴ്സിന്റെ ഭാഗമായി അവിടെ നടത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ നവംബറിലാണ് റിഫ്രഷർ കോഴ്സിൽ വിനീത് ജോയിൻ ചെയ്യുന്നത്. റിഫ്രഷർ കോഴ്സ് 17 ദിവസത്തോളം നീണ്ടുനിന്ന റിഫ്രഷർ കോഴ്സാണ് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള വിഭാഗങ്ങളിലായിട്ടായിരുന്നു പരിശീലനം നടന്നിരുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ ഏറ്റവും ഒടുവിലായിരുന്നു ഓട്ടം ഒരു കാറ്റഗറി ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓട്ടം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ 25 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു അതിന് കൊടുത്തിട്ടുള്ള നിബന്ധന. ഈ ഒരു ഓട്ടത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ 5 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയതോടൊപ്പം തന്നെ ഒരു 30 സെക്കൻഡ് അധികം വിനീത് എടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 കിലോമീറ്റർ 25 മിനിറ്റും കഴിഞ്ഞൊരു 30 സെക്കൻഡോളം ദൈർഘ്യം കൂടുതലെടുത്തുകൊണ്ട് അദ്ദേഹം ഓടിയതിനെ തുടർന്ന് അദ്ദേഹം 17 ദിവസത്തോളം നീണ്ടുനിന്ന ആദ്യഘട്ടത്തിലെ റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെടുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അവധിക്ക് അപേക്ഷിക്കുന്നത് ഡിസംബറിലാണ്. ഭാര്യയുടെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡിസംബർ ആദ്യഘട്ടത്തിൽ വിനീത് അവധിക്ക് അപേക്ഷ നൽകുന്നുണ്ട്. തനിക്ക് ഈ ഒരു സമയത്ത് അവധി വേണം, തൻ്റെ ഭാര്യയുടെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അവധി വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ ഈ ഒരു 17 ദിവസത്തോളം നീണ്ടുനിന്ന റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കടുത്ത ശിക്ഷാ നടപടികളായിരുന്നു അവിടെ വിനീത് നേരിട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തെളിയിക്കുന്ന രേഖകൾ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. SOG തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട റിഫ്രഷർ കോഴ്സിൽ ഉൾപ്പെട്ട ആളുകൾ ഡിസംബർ 16 മുതൽ പിന്നീട് അങ്ങോട്ട് 30 ദിവസം നടക്കാൻ പോകുന്ന രണ്ടാമത്തെ റിഫ്രഷർ കോഴ്സിൽ നിർബന്ധമായും പങ്കെടുക്കണം. ആ റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കാതെ അവധി ലഭിക്കില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഓർഡർ ഉൾപ്പെടെ SOGയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇറക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നവംബറിലെ റിഫ്രഷർ കോഴ്സിൽ വിനീത് പരാജയപ്പെടുന്നു. ഈ സെക്കൻഡുകളുടെ ദൈർഘ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പരാജയപ്പെട്ടതായി കാണിക്കുന്നു. വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ മുബഷിർ, അതിന്റെ പേരിൽ ശുചിമുറി ഉൾപ്പെടെ വൃത്തിയാക്കിക്കുന്നു. അത്തരത്തിലുള്ള കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കൂടി എന്നുള്ള സൂചനകളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഈ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കായി അവധി നൽകിയതുമാണ്. അത് നൽകില്ല എന്നുകൂടിയാണ് ഇവർ അധികൃതർ തീരുമാനമെടുക്കുകയും ചെയ്തത്. കമാൻഡന്റിന്റെ ഉൾപ്പെടെ പേരുകളാണല്ലോ ഇപ്പോൾ മറുഭാഗത്ത് വരുന്നതും. പ്രതിപക്ഷമായാലും ഒപ്പം സഹപ്രവർത്തകരായാലും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നതും അവർക്ക് നേരെ തന്നെയാണ്. മേലുദ്യോഗസ്ഥർ സ്വീകരിച്ച ഈ തെറ്റായ നടപടികൾ കൊണ്ട് തന്നെയാണ് ഒരു ജീവൻ ഇത്തരത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് സേനയിലെ സംഘർഷം നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ മാനസിക പീഡനം തന്നെയാണ് വിനീത് അവിടെ നേരിട്ടത് എന്ന് വ്യക്തമാവുകയാണ്. അതിനുള്ള തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, നേരത്തെ T. സിദ്ദീഖ് MLA പുറത്തു വിട്ടൊരു സ്ക്രീൻഷോട്ട് നമുക്ക് മുന്നിലുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായി വിനീത് തൻ്റെ സുഹൃത്തായിട്ടുള്ള അപ്പുവിന് അയച്ച ആ സന്ദേശം നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള SP കമാൻഡന്റ് ആയിട്ടുള്ള, അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത് സാറിനോടൊന്ന് പറയണം, ഈ ഒരു ഓട്ടത്തിന്റെ സമയത്തിന് ദൈർഘ്യമൊക്കെ തന്നെ കൂട്ടിത്തരണമെന്ന് അദ്ദേഹത്തോടൊന്ന് പറയണമെന്ന് ഒരു വിമർശന രൂപേണ ആ ഒരു സന്ദേശത്തിൽ വിനീത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥന്റെ ചില നയങ്ങളുടെ പേരിലാണ് വിനീതിന് അവധി ലഭിക്കാതിരുന്നത് കൃത്യമായ സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ ഓർഡർ നമ്മൾ പരിശോധിക്കുമ്പോൾ നവംബറിലെ പരിശീലനത്തിന് ശേഷം അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നത് അവിടെയുള്ള ശുചിമുറികൾ
പൂർത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു. 24 മണിക്കൂറും നിലനിൽക്കുന്ന ഗാർഡ് ഓണർ ഡ്യൂട്ടിയും അവിടെ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കഠിനമായ ഡ്യൂട്ടികൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഒരൊറ്റ ദിവസം പോലും വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെയുള്ള അദ്ദേഹത്തിന് അവിടെ ലോക്ക് ചെയ്തിരുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടിയിൽ ആദ്യഘട്ടത്തിൽ അവർ നൽകുന്നു. അതിനുശേഷം ഡിസംബർ 16 തീയതി മുതൽ അദ്ദേഹത്തോട് വീണ്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പരിശീലനത്തിലേക്ക് കടക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഡിസംബറിലെ അവധി അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിൽ കടുത്ത ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നു. വീണ്ടും അവധിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അതൊന്നും തന്നെ പരിഗണിക്കാതെ പെടാതെ പോയതോടുകൂടി ആ ഒരു മനോവിഷമത്തിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് വേണം ഈ ഒരു രേഖകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും ഈ രണ്ടാമത്തെ റിഫ്രഷർ കോഴ്സുമായി ബന്ധപ്പെട്ട ഓർഡറും പുറത്തു വന്നതോടുകൂടി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അത് കണക്കിലെടുത്തു കൂടിയായിരിക്കും ഇനി ഒരു തരത്തിലുള്ള വഴിയുമില്ല, ഇനി ജീവൻ കളയുക എന്നൊരു വഴിയിലേക്ക് അദ്ദേഹം അത്രത്തോളം മനോവിഷമത്തിൽ നിർഭാഗ്യവശാൽ പോയിട്ടുണ്ടാകുക എന്നുള്ള വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വിശേഷിച്ചും ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഈ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ വിനീത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഓട്ടത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ അജിത് സാറിനോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ് അദ്ദേഹം അയച്ച ആ ഒരു സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പരിശീലനം അദ്ദേഹത്തെ അത്രത്തോളം ബാധിച്ചിരുന്നു. സെക്കൻഡുകൾ ദൈർഘ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അതിന് പരാജയപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. അതിനിടയിലും അവധി കിട്ടുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായി. വിശേഷം പോലീസുകാരും മനുഷ്യരല്ലേ എന്നതാണ്. ഭാര്യ ഗർഭിണിയാണ്. അവരുടെ അടുത്ത് പോവാൻ ഒരു ദിവസം പോലും അവധി നൽകിയില്ല. പകരം ഇത്തരത്തിൽ വീണ്ടും റിഫ്രഷർ കോഴ്സിന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയാണ്. ഒരു ദിവസം പോലും അവധി നൽകാൻ തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ ദീർഘാവധിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിലും അതും പാസ്സാക്കുന്നില്ല എന്നതാണ്. കമാൻഡന്റിന് അപ്പുറം, അസിസ്റ്റന്റ് കമാൻഡന്റിന് അപ്പുറം അവർക്ക് സംസാരിക്കാൻ ഒരാളില്ല. ഇവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ ആരുമില്ല. അത്തരത്തിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ.